യാ കുന്ദേന്ദു തുഷാരഹാരധവളാ യാ ശുഭ്രവസ്ത്രാവൃതാ യാ വീണാ വരദണ്ഡമണ്ഡിതകരാ യാ ശ്വേതപദ്മാസനാ യാ ബ്രഹ്മച്യുതശങ്കര പ്രഭൃതിഭിർ ദേവൈ സദാ പൂജിതാ സാ മാം പാതു സരസ്വതി ഭഗവതി വിശേഷജാഡ്യാപഹ. പ്രിയമുള്ള ഡോക്ടർ മാരാജി പ്രേക്ഷകരെ, നാം ചർച്ച ചെയ്യുന്ന വിഷയം വാരഫലത്തെ സംബന്ധിച്ചതാകുന്നു. 6 രാശിക്കാരുടെ വാരഫലം നാം പറഞ്ഞു കഴിഞ്ഞു. അടുത്തതായി തുലാം, വൃശ്ചികം, ധനു രാശിക്കാരുടെ ഈ വാരത്തെ ശുഭാശുഭ ഫലങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത്. ഈ വാരം എന്നാൽ 1199 മിഥുനമാസം 15-ാം തീയതി മുതൽ 21-ാം തീയതി വരെയുള്ള, അതായത് 2024 ജൂൺ 29 മുതൽ ജൂലൈ മാസം 5 വരെയുള്ള, ശനിയാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെയുള്ള ഒരു വാരത്തെ കാലയളവിലുള്ള ശുഭാശുഭ ഫലങ്ങളാണ് നാം വിവരിക്കുന്നത്. ആദ്യമായി തുലാം രാശിയാകുന്നു നാം ചർച്ച ചെയ്യുന്നത്. ഞാനിവിടെ ആലപിച്ചത് തുലാം രാശിക്കാർക്ക് വേണ്ടി ഒരു വന്ദന ശ്ലോകമാണ്. കാരണം തുലാം രാശി ദേവിയുടെ രാശിയാകുന്നു. അതിൻ്റെ അധിപനായ ഗ്രഹം ശുക്രനാകുന്നു. ശുക്രനെ കൊണ്ടാണ് നാം ദേവിയെ ചിന്തിക്കുന്നത്. അന്നപൂർണേശ്വരി ലക്ഷ്മി യക്ഷൈവ ഭൃഗു നന്ദനഃ. ഭാർഗവന്റെ നന്ദനായ ശുക്രൻ, അന്നപൂർണേശ്വരി, ലക്ഷ്മി, യക്ഷിയെയും ഒക്കെ ചിന്തിക്കപ്പെടുന്ന ദേവതയാകുന്നു. തുലാം രാശി എന്നാൽ നിങ്ങൾക്കറിയാം, ചിത്ര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, ചോതി വിശാഖം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക. ഇന്ന് തുലാം രാശിക്കാർക്ക് പ്രായണ ലഗ്നപതിയായ ശുക്രൻ 9-ാം ഭാവത്തിൽ ബലവാനായി നിൽക്കുന്നു. ചെറിയ ഒരു മൗഢ്യമുണ്ട്. ആ മൗഢ്യം ജൂലൈ 7-ാം തീയതി കഴിയും. അതോടുകൂടി ശുക്രന്റെ യഥാർത്ഥ ഗുണം തുലാം രാശിക്കാർക്ക് അനുഭവ വേദ്യമാകുന്നതാണ്. എങ്കിലും ഈ മൗഢ്യത്തിന് വലിയ പ്രസക്തിയില്ല. കാരണം ശുക്രനും ബുധനും സൂര്യനോടുകൂടെയാണ് നിൽക്കുന്നത്. അച്ഛൻ്റെ പാരമ്പര്യം നിലനിർത്തുവാനുള്ള യോഗം, അല്ലെങ്കിൽ അച്ഛനിൽ നിന്ന് വരവുകൾ വരുന്ന, സാമ്പത്തികമായും അച്ഛൻ്റെ സഹായത്തിലൂടെ കെട്ടിപ്പടുക്കാനാവുന്ന പല കാര്യങ്ങൾക്കും ഈ വാരം തുലാം രാശിക്കാർ സാക്ഷ്യം വഹിക്കുന്നു. തുലാം രാശിക്കാർക്ക് ഇന്ന് 5-ാം ഭാവത്തിൽ ശനി, 6-ാം ഭാവത്തിൽ ചന്ദ്രനും രാഹുവും, 7-ാം ഭാവത്തിൽ ചൊവ്വ, അഷ്ടമത്തിൽ വ്യാഴം, 9-ാം ഭാവത്തിൽ ഞാൻ സൂചിപ്പിച്ചു സൂര്യൻ, ശുക്രൻ, ബുധൻ, മാന്തി, 12-ാം ഭാവത്തിൽ കേതുവും. ഇവിടെ 9-ൽ സൂര്യൻ നിൽക്കുന്നത് പിതാവിന് അത്ര ഗുണകരമല്ല. ആ സൂര്യനോടുകൂടെ ഗുളികനും കൂടി നിൽക്കുന്നുണ്ട്. രവിയുക്തെ പിതൃഹന്ത, സൂര്യനും ഗുളികനും കൂടി ഒന്നിച്ച് നിൽക്കുകയാണെങ്കിൽ അത് പിതാവിന് അത്ര ശുഭമല്ല. അതിനാൽ ഈ വാരം പിതാവിൻ്റെ ആരോഗ്യ വിഷയം നാം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. തുലാം രാശിക്കാർ പിതാവിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ ജന്മ നക്ഷത്രം നോക്കി മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയോ മൃത്യുഞ്ജയ ഹോമമോ കഴിപ്പിക്കുന്നത് വളരെ നല്ലതാകുന്നു. 5-ാം ഭാവത്തിൽ ഇന്ന് ശനി നിൽക്കുന്നു. ആ ശനി സന്താന വിഷയത്തിങ്കൽ വളരെ അനുകൂലമായ ഒരു വാരത്തെ പ്രദാനം ചെയ്യുന്നു. കാരണം 30-ാം തീയതി മുതൽ ശനി വക്രിയായിട്ട് അതിവേഗത്തിൽ പിറകോട്ട് സഞ്ചരിക്കുന്ന ഒരവസ്ഥ സംജാതമാവുകയാണ്. അത് ഏറ്റവും ഗുണമാകുന്ന ഒരു രാശിയാകുന്നു തുലാം രാശി. അവർക്ക് ഈ ശനി സന്താന ശ്രേയസ്സും ഭൂമിപരമായ ഗൃഹനിർമ്മാണവുമായി ബന്ധപ്പെട്ട ശുഭഫലങ്ങളും ലഭിക്കുന്നതാണ് ഈ ശനിയിലൂടെ. 6-ാം ഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ വളരെയധികം കർമ്മമേഖലയിൽ ശത്രുക്കളെ ഉണ്ടാക്കുന്ന ഒരു വാരമായി കണക്കാക്കപ്പെടാവുന്നതാണ്. അതിനാൽ ശത്രുദോഷത്തിന് പരിഹാരം ചെയ്യണം. ഭദ്രകാളി ക്ഷേത്രത്തിൽ ശത്രുമുട്ട് വഴിപാടായി ചെയ്യുക. അമ്മയുടെ ആരോഗ്യത്തെ വളരെയധികം പരിപാലിക്കേണ്ട വാരമാകുന്നു ഈ ഒരു വാരം. അമ്മയുടെ പേരിലും മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി
അല്ലെങ്കിൽ മൃത്യുഞ്ജയ ഹോമം വഴിപാടായി കഴിപ്പിക്കുക. അമ്മയ്ക്ക് നമ്മളോട് പ്രായേണ അസ്വസ്ഥതകൾ തോന്നുന്ന ഒരു വാരമാണിത്. അതിനാൽ അമ്മയെ മുഷിപ്പിക്കരുത്. ശുശ്രൂഷ അർത്ഥ സമർപ്പണാദിഭിഹി പ്രീതിം വിദധ്യ തയോഹോ എന്നാണ് പ്രമാണം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അമ്മയെ ശുശ്രൂഷിക്കുക. ശുശ്രൂഷ എന്ന വാക്കിന് ജ്യോതിഷത്തിൽ ശ്രോതം ഇച്ഛ എന്നാണ് അർത്ഥം. അവർ പറയുന്നത് കേൾക്കുക. ധനം വേണമെങ്കിൽ ധനം സമ്മാനിച്ച് സന്തോഷിപ്പിക്കുക. അമ്മമാർ മരിച്ചവരാണെങ്കിൽ ഈ മിഥുനമാസത്തിൽ മാതാവിൻ്റെ ബലികർമ്മങ്ങൾ ചെയ്യാൻ വളരെ അനുകൂലമായ ദിനങ്ങളും ഡോക്ടർ മാരാർജി നിങ്ങളുമായി ചർച്ച ചെയ്യുന്നതാണ്. 7ാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ പലപ്പോഴും യാത്രാ തടസ്സങ്ങൾ ഉണ്ടാക്കുന്നു. ഒരു യാത്രയ്ക്ക് പകരം 10 യാത്രകൾ പോകേണ്ടുന്ന ഒരവസ്ഥ സംജാതമാക്കുന്നു 7ാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ. അത് പെണ്ണ് കാണൽ ചടങ്ങായാലും ഒക്കെ അനുഭവം അങ്ങനെയാണ്. വ്യാപാരം ഹേതുവായാലും ചൊവ്വ ധാരാളം നമ്മളെ ചുറ്റിക്കുന്നു 7ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ. സ്വന്തം ക്ഷേത്രത്തിലാണ്, ചുറ്റിച്ചാലും അനുഭവം ചൊവ്വ തരും. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് ഈ ചൊവ്വയ്ക്ക്. കാരണം ചൊവ്വ രുചക മഹായോഗം ചെയ്ത് നിൽക്കുന്നു. അഷ്ടമ വ്യാഴം ഞാൻ സൂചിപ്പിച്ചു. സഹോദരങ്ങളൊക്കെ അല്ലെങ്കിൽ സഹായികൾ ചതുർസ്ഥാനത്ത് നിൽക്കുന്ന വാരമാണ്. അതിനാൽ നല്ലൊരു റിലേഷൻ സഹോദരന്മാരുമായും സഹായികളുമായും ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് വളരെ നല്ലത്. 9ാം ഭാവം തീർത്ഥസ്ഥലങ്ങൾ സന്ദർശിക്കുവാനുള്ള നല്ല ദൈവാധീനം കൈവരുത്തുന്ന മാസമാകുന്നു. ധനകാര്യ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെടുന്ന ഷെയർ മാർക്കറ്റുകൾ എടുക്കുന്ന വ്യക്തികൾക്ക് ഇപ്പോൾ ഇൻവെസ്റ്റ്മെന്റിന് നല്ല അനുകൂലമായ ഒരു വാരമാകുന്നു. പ്രത്യേകിച്ച് മെഡിസിനുമായിട്ട് ബന്ധപ്പെടുന്ന ബാങ്കിങ് സെക്ടറുമായിട്ട് ബന്ധപ്പെടുന്ന വിഷയങ്ങളിൽ നല്ലൊരു ബ്രോക്കറുടെ സേവനം നടത്തുകയാണെങ്കിൽ അത് വളരെ ഗുണകരമായിരിക്കും. ബ്രോക്കർമാർക്കും വാഹന കച്ചവടക്കാർക്കും ഭൂമി കച്ചവടക്കാർക്കും ഈ വാരം വളരെ അനുകൂലമായ ഫലത്തെ പ്രദാനം ചെയ്യുന്നതാണ്. കർമ്മതടസ്സം ധാരാളമായി കാണും. ഞാൻ സൂചിപ്പിച്ചു, ധാരാളം ശത്രുക്കൾ കർമ്മമേഖലയിൽ വരുന്ന സമയമാണ്. കർമ്മമേഖലയിൽ വളരെയധികം ഉയർച്ചയെ പ്രദാനം ചെയ്യും 9ലെ സൂര്യൻ. അതുകൊണ്ട് ശത്രുജന്യമായ ബുദ്ധിമുട്ടുകളെ പരിഹരിച്ചാൽ കർമ്മത്തിൽ ഉയർന്നൊരവസ്ഥയെ പ്രദാനം ചെയ്യുന്നു. അസമയത്തുള്ള യാത്ര നിയന്ത്രിക്കുക. ശാരീരികമായി ഡിസ്ക് സംബന്ധിച്ച പ്രയാസങ്ങൾ വരുന്ന വാരമാണ്. പരിഹാരമായി നാം എന്ത് ചെയ്യണം? അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ തുളസിമാല, പാൽപ്പായസം, ശത്രുസംഹാര കുരുതി വഴിപാടായി ചെയ്യുക. നാഗക്ഷേത്രത്തിൽ സർപ്പബലി അല്ലെങ്കിൽ ആയില്യ പൂജ ചെയ്യാവുന്നതാണ്. ഏറ്റവും അനുകൂലമായ ദിവസം തുലാം രാശിക്കാർക്ക് ഇവിടെ പറയാനുള്ളത് ജൂലൈ 3-ാം തീയതി ബുധനാഴ്ച രോഹിണി നക്ഷത്രം. ഇടവം രാശിയിലുള്ള രോഹിണി തുലാം രാശിക്കാർക്ക് അഷ്ടമരാശി കൂറാണ്. പക്ഷേ ഏകരാശി ആയതിനാൽ ഇടവവും തുലാവും ശുക്രന്റെ ക്ഷേത്രങ്ങളാകയാൽ അവിടെ അഷ്ടമരാശി ദോഷം സംഭവിക്കുന്നതല്ല. മറ്റ് പ്രധാനപ്പെട്ട ദിനങ്ങളൊന്നും ഈ വാരത്തിൽ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാനില്ല. കൃഷ്ണപക്ഷ ഏകാദശി വരുന്നു ജൂലൈ 2-ാം തീയതി ചൊവ്വാഴ്ച. കൃഷ്ണന് വഴിപാടുകൾ ചെയ്യുന്നത് വളരെ ഉത്തമമാണ്. ജൂലൈ 5-ാം തീയതി അമാവാസി കറുത്ത വാവ് വരുന്നതാണ്. അതിനാൽ ദേവനെയും ബ്രാഹ്മണനെയും പിതൃക്കളെയും സന്തോഷിപ്പിക്കണം തുലാം രാശിക്കാർ. പിതൃകർമ്മം ചെയ്യുക. ശ്രാദ്ധാദി കർമ്മങ്ങൾ ചെയ്ത് പിതൃക്കളുടെ അനുഗ്രഹം വാങ്ങിക്കുക. എല്ലാ തുലാം രാശി പ്രേക്ഷകർക്കും ഡോക്ടർ മാരാർജിയുടെ അഭിവാദ്യങ്ങൾ. നമസ്തേ. അടുത്തതായി നാം ചർച്ച ചെയ്യുന്നു വൃശ്ചികം രാശിക്കാരെ പറ്റി. വൃശ്ചികം രാശി എന്നാൽ വിശാഖം നക്ഷത്രത്തിന്റെ അവസാനത്തെ 15 നാഴിക, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങളോടുകൂടിയ 2 നക്ഷത്രങ്ങളോടുകൂടിയ രാശിയാകുന്നു വൃശ്ചികൻ രാശി. വൃശ്ചികൻ രാശിയിൽ പ്രായേണ 4-ാം ഭാവത്തിൽ ശനി കണ്ടകശനിയായി നിൽക്കുന്നു. 5-ാം ഭാവത്തിൽ ചന്ദ്രൻ രാഹുവോട് കൂടെ നിൽക്കുന്നു. 6-ാം ഭാവത്തിൽ ചൊവ്വ, 7-ാം ഭാവത്തിൽ വ്യാഴം, 8-ാം ഭാവത്തിൽ അഷ്ടമഭാവത്തിൽ സൂര്യൻ, ബുധൻ, ശുക്രൻ, മാന്തി, 11-ാം ഭാവത്തിൽ കേതു. ഇങ്ങനെയാണ് ഗ്രഹനില. ഇവിടെ വൃശ്ചികം രാശിക്കാർക്ക് പ്രായണ ലഗ്നാധിപനായ ചൊവ്വ അതിശക്തമായി സ്വന്തം ക്ഷേത്രത്തിൽ 45 ഡിഗ്രി ബലവാനായി നിൽക്കുന്നു. ബലവാൻ ശത്രുജിതശ്ച ശത്രുയാതെ, ബലവാനും ശത്രുക്കളെ ജയിക്കും. 6-ൽ നിൽക്കുന്ന ചൊവ്വ ധീരനായ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുക. ഈ വാരം വളരെ അനുകൂലമാണ്. സാമ്പത്തികമായ വിഷയത്തിലും അതേ രീതിയിൽ സന്താന ശ്രേയസ്സും മക്കൾക്ക് വിവാഹാലോചനകൾ വരുന്ന വാരമാണ്. അതിനുവേണ്ടി നന്നായി ഉത്സാഹിക്കുക. കണ്ടകശനി മൂലമുള്ള ദോഷങ്ങൾക്ക് ജൂൺ 30 മുതൽ പരിഹാരമാവുകയാണ്. ശനി വക്രിയായി അതിശക്തമായി
ആന്റി ക്ലോക്ക് വൈസായി അപ്രദക്ഷിണമായി സഞ്ചരിക്കുന്നു ജൂൺ 30 മുതൽ. അതുകൊണ്ട് കണ്ടകശനിയുടെ ദോഷത്തിനൊക്കെ പരിഹാരമായി കഴിഞ്ഞു. ശ്രദ്ധിക്കേണ്ടുന്ന വിഷയം ശാരീരികമായി അർശസ് സംബന്ധമായ പൈൽസ് സംബന്ധമായ ബുദ്ധിമുട്ടുകളുടെ ഭാരമാകുന്നു. കണ്ണുകളെ പ്രത്യേകം ശ്രദ്ധിക്കണം. നേത്ര സംബന്ധമായ രോഗങ്ങളുടെ ഭാരമാകുന്നു, ശ്രദ്ധിക്കുക. പിന്നീട് അന്യദേശത്ത് പോയി പേരും പ്രശസ്തിയും ഉണ്ടാക്കുന്ന ഒരു ഭാരത്തെ ഈ ബുധൻ പ്രദാനം ചെയ്യുന്നു. കാരണം ബുധന്റെ മൗഢ്യം കഴിഞ്ഞു. അതിനാൽ ദൂരദേശ യാത്രക്ക് ഏറ്റവും അനുകൂലമായ വാരമാകുന്നു വൃശ്ചികം രാശിക്കാർക്ക്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ദാമ്പത്യത്തിൽ വളരെയധികം അസ്വസ്ഥതകൾ തലവെക്കുന്ന വാരമാണ്. ഭാര്യ പിണങ്ങിപ്പോവുക, അല്ലെങ്കിൽ തന്നെ പ്രണയബന്ധം തകർന്ന് മാനസികമായി നമുക്ക് പെട്ടെന്ന് നമ്മുടെ മൂഡ് നശിച്ചു പോകുന്ന ഒരു സമയമാണ് 8-ൽ നിൽക്കുന്ന ശുക്രൻ. ശുച സ്നേഹത, സ്നേഹത്തിലൂടെ ദുഃഖം അനുഭവിക്കുമെന്നാണ്. അതുകൊണ്ട് അങ്ങോട്ടുള്ള സഹായം നിർവഹിച്ച് ഇങ്ങോട്ടേക്ക് മാനസിക പ്രയാസങ്ങളും പിരിമുറുക്കങ്ങളും സമ്മാനമായി തിരിച്ചു വാങ്ങരുത്. വളരെ ശ്രദ്ധിച്ച് സൗഹൃദങ്ങളെ കൈകാര്യം ചെയ്യേണ്ട വാരമാണിത്. 11-ലെ കേതു അന്യമതസ്ഥരെ കൊണ്ട് നമുക്ക് വളരെയധികം ഗുണങ്ങൾ ഉണ്ടാകുന്ന വാരമാണ്. നിർബന്ധമായും പിതൃകർമ്മം ചെയ്യണം മിഥുനൻ രാശിക്കാർ ജൂലൈ 5-ന്. കാരണം സൂര്യൻ അഷ്ടമത്തിൽ നിൽക്കുന്നു. അതുകൊണ്ട് പിതാവിൻ്റെ ആരോഗ്യത്തെ വളരെ ശ്രദ്ധിക്കുക. മരിച്ച പിതൃക്കൾക്ക് വേണ്ടി ജൂലൈ 5-ന് തിരുനെല്ലിയിലോ അല്ലെങ്കിൽ രാമേശ്വരത്തോ തിരുനാവായയിലോ തിരുവല്ലത്തോ പോയി പിതൃകർമ്മങ്ങൾ അനുഷ്ഠിക്കുക, ബലികർമ്മങ്ങളെങ്കിലും ചെയ്യുക. വൃശ്ചികൻ രാശിക്കാരായ പ്രേക്ഷകർ തങ്ങളുടെ ശൈവ സംബന്ധമായ കർമ്മത്തിലുള്ള ദുരിതങ്ങൾക്ക് പരിഹാരമായി മൃത്യുഞ്ജയ ഹോമം അല്ലെങ്കിൽ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി ചെയ്യുക. മൃത്യുഞ്ജയം മരണത്തെ ജയിക്കൽ മാത്രമല്ല, സർവരുജാം ശാന്തയെ വിധേയം സ്യാത് തീവ്രതരെ ആഭിചാരെ, എല്ലാ രോഗങ്ങളുടെയും ശമനത്തിനും തീവ്രമായ അതിതീവ്രമായ ശത്രുദോഷത്തിനും മൃത്യുഞ്ജയ ഹോമം വളരെ നല്ലതാണെന്ന് നമ്മെ ആചാര്യന്മാർ ഓർമ്മപ്പെടുത്തുന്നു. അനുകൂലമായ ദിനങ്ങളും വൃശ്ചിക രാശിക്കാർ ശ്രദ്ധിക്കുക. ജൂലൈ 3-ാം തീയതി രോഹിണി നക്ഷത്രം കൃഷ്ണപക്ഷത്തിലെ ദ്വാദശിയാണെങ്കിലും വളരെ അനുകൂലമായ ദിവസമാകുന്നു വൃശ്ചികൻ രാശിക്കാർക്ക്. എല്ലാ ഇടപാടുകളും അന്ന് ചെയ്തു തീർക്കുക. ജൂൺ 29-ാം തീയതിയും 30-ാം തീയതിയും പ്രായണ അനുകൂല ദിവസങ്ങളാണ്. പക്ഷേ തിഥി വളരെ മോശമാണ്. കറുത്തപക്ഷത്തിലെ അഷ്ടമിയും നവമിയുമാണ്. സാമ്പത്തികം ഒഴിച്ചുള്ള ബാക്കി എല്ലാ കാര്യങ്ങളിലും ഈ ദിവസം നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ്. ജൂലൈ 2-ാം തീയതി കൃഷ്ണപക്ഷ ഏകാദശി തിഥിയാണ്. ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ സന്ദർശനം നടത്താം. അവിടെ വെണ്ണ നിവേദ്യം, പാൽപ്പായസം, തുളസിമാല ഭഗവാനെ ചാർത്തുക. അടുത്തതായി നാം ചർച്ച ചെയ്യുന്നു ധനുരാശിക്കാരുടെ ശുഭാശുഭ ഫലങ്ങൾ. മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രത്തിന്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന 2.25 നക്ഷത്രങ്ങളുടെ ഒരു കൂട്ടമാകുന്നു ധനുരാശി. ഇന്ന് ധനുരാശിക്കാർക്ക് ശനി 3-ാം ഭാവത്തിൽ നിൽക്കുന്നു. 4-ൽ ചന്ദ്രൻ, രാഹു, 5-ാം ഭാവത്തിൽ ചൊവ്വ, 6-ാം ഭാവത്തിൽ വ്യാഴം, 7-ാം ഭാവത്തിൽ സൂര്യൻ, ബുധൻ, ശുക്രൻ, മാന്തി, 10-ാം ഭാവത്തിൽ കേതു. ഇങ്ങനെയാണ് ഗ്രഹനില. ഇവിടെ ഇപ്പോഴും ധനുരാശിക്കാർക്ക് വ്യാഴം ഒരു ശുഭ സ്ഥാനത്തല്ല നിൽക്കുന്നത്. 6-ാം ഭാവത്തിൽ ശത്രുസ്ഥാനത്ത് നിൽക്കുന്ന വ്യാഴമാകുന്നു. അതത്ര ഗുണകരമല്ല. എപ്പോഴും ധനുരാശിക്കാർ വിഷ്ണു ക്ഷേത്രത്തിൽ തുളസിമാല, പാൽപ്പായസം വഴിപാടായി സമർപ്പിക്കണം. ശത്രുദോഷം വരും. അവിടെ നാരായണ കവചവും വിഷ്ണു സഹസ്രനാമവും ജപിച്ച് ഈ വ്യാഴത്തിൻ്റെ ബുദ്ധിമുട്ടുകളെ പരിഹരിക്കാൻ ശ്രമിക്കണം. എല്ലാ വ്യാഴാഴ്ചയും അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ തുളസിമാല വഴിപാടായി സമർപ്പിക്കുക. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വഴിപാടാകുന്നു ഭഗവാനെ തുളസിമാല. ധർമ്മ അർത്ഥ കാമ മോക്ഷത്തിൽ അർത്ഥമാകുന്നു തുളസി, ധനമാണ് തുളസി. തുളസിമാല ഭഗവാനെ ചാർത്തുമ്പോൾ സമ്പത്പതിയായ മഹാവിഷ്ണുവിൻ്റെ വ്യാഴത്തിൻ്റെ ആ അനുഗ്രഹ ആശിസ്സുകൾ മുഴുവൻ നിങ്ങൾക്ക് ലഭിക്കുന്നു. ഇവിടെ ധനുരാശിക്ക് ധനാധിപനായ ശനി വക്രിയായി 3-ാം ഭാവത്തിൽ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ധനപരമായ അഭിവൃദ്ധി നന്നായിട്ട് വരുന്ന വാരമാണിത്. സഹോദര ഗുണം കൂടുതൽ ലഭിക്കുന്ന വാരമാണ്. ഇളയ സഹോദരന്മാരുടെ ആരോഗ്യ വിഷയം ശ്രദ്ധിക്കണം. 4-ൽ നിൽക്കുന്ന ചന്ദ്രൻ സന്താന സന്തോഷത്തെ പ്രദാനം ചെയ്യുന്നു, നിർമ്മലമായ ബുദ്ധിയെ പ്രദാനം ചെയ്യുന്നു. പൂർവികമായ സ്വത്തുകൾ വിൽക്കുവാനുള്ള തീരുമാനങ്ങളും അതിനായി ബ്രോക്കർമാരുടെ സാന്നിധ്യവും കൈവരുന്ന
വാരമാകുന്നു ഈ ഒരു വാരം. 4-ാം ഭാവത്തിൽ നിൽക്കുന്ന രാഹു ഒരു ദേശം വിട്ട് സഞ്ചരിക്കുന്ന അവസ്ഥ സംജാതമാകുന്നു. ശാരീരിക വിഷയത്തിൽ പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഈ ഒരു മഴക്കാലം മഞ്ഞപ്പിത്തവുമായി ബന്ധപ്പെടുന്ന രോഗങ്ങളുടെ വാരമാണ്. ലിവർ പേഷ്യൻസ് വളരെയധികം ശ്രദ്ധ ചെലുത്തുക. 7-ാം ഭാവത്തിൽ നിൽക്കുന്ന 3 ഗ്രഹങ്ങൾ, ത്രിഗ്രഹ യോഗം 7 നിൽക്കുന്നത് അത്ര ശുഭമല്ല. എങ്കിലും കർമാധിപത്യം വഹിക്കുന്ന ബുധൻ ഭദ്രമഹായോഗം ചെയ്ത് സ്ഥിതി ചെയ്യുന്നതിനാൽ കർമ്മമേഖലയിൽ വളരെ അനുകൂലമായ വാരമാകുന്നു. യാത്ര നന്നായി പ്രദാനം ചെയ്യുന്നു. ബുധന്റെ സാന്നിധ്യം, ഭാഗ്യാധിപനായ സൂര്യൻ 7-ാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ വിവാഹ തീരുമാനങ്ങളിലൊക്കെ അനുകൂലമായ ഒരു വാരമാകുന്നു ഈ വരുന്ന ഒരാഴ്ചക്കാലം. 7-ാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രൻ സൗഹൃദങ്ങളെ ശ്രദ്ധിക്കുക. സ്ത്രീ സൗഹൃദങ്ങൾ വന്ന് പലപ്പോഴും തനിക്ക് ഭാര്യയുമായി കലഹിക്കേണ്ടുന്ന ഒരവസ്ഥയും സംജാതമാകുന്നതാണ്. പ്രായേണ ധനുരാശിക്കാർക്ക് ഈ വാരം സാമ്പത്തിക രംഗത്ത് നല്ല ഒരു ഉയർച്ച കൈവരുന്ന വാരമാണ്. 6-ലെ വ്യാഴം ഉപജയരാശിയിൽ നിൽക്കുന്നു. അത് നല്ലൊരു യോഗമാണ്. രാശിക്ക് ഒരു അധിയോഗവുമുണ്ട്. അതിനാൽ കൺസൾട്ടൻസ്, ഇൻഷുറൻസ്, ബ്രോക്കേഴ്സ് ഇവരുടെയൊക്കെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്ന ഒരു വാരമായിരിക്കും ഇത്. പ്രത്യേകിച്ച് ഈ ആഴ്ച നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, സൂര്യൻ പിതൃപതിയായി 7-ാം ഭാവത്തിൽ നിൽക്കയാൽ പിതൃക്കളുടെ ശ്രാദ്ധാദി കർമ്മങ്ങൾ ജൂലൈ 5-ാം തീയതി അനുഷ്ഠിക്കുന്നത് വളരെ ഗുണമാകുന്നു. അനുകൂലമായൊരു ദിവസം ഇവിടെ സജസ്റ്റ് ചെയ്യുവാനുള്ളത് ജൂൺ 29, 30 തീയതികളാണ്. അന്ന് ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങളാകുന്നു. പക്ഷേ ധനപരമായ ഇടപെടലുകൾക്ക് ഈ വാരം അത്ര ശുഭമല്ല. ജൂലൈ 3-ാം തീയതി ബുധനാഴ്ച രോഹിണി നക്ഷത്രം എല്ലാ കാര്യങ്ങൾക്കും ശുഭ ദിനമായി സ്വീകരിക്കാവുന്നതാണ്. ജൂലൈ 2-ാം തീയതി ചൊവ്വാഴ്ച കറുത്തപക്ഷത്തിലെ ഏകാദശിയാണ്. അതുകൊണ്ട് കൃഷ്ണക്ഷേത്രത്തിൽ വഴിപാടുകൾ ചെയ്ത് ഏകാദശി വ്രതം അനുഷ്ഠിക്കുക. ജൂലൈ 5-ാം തീയതി പിതൃകർമ്മം ചെയ്യുക. എല്ലാവിധ ക്ലേശങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും സന്തുഷ്ടരായ പ്രേതങ്ങൾ നിങ്ങളെ സംരക്ഷിക്കുന്നതാണ്. എല്ലാ പ്രിയപ്പെട്ട ധനുരാശിക്കാർക്കും വളരെ അനുകൂലമായ ഒരു വാരത്തെ നേരുന്നു. നന്ദി, നമസ്കാരം.